എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് വളരെ പെട്ടെന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ഔഷധ ഗുണമുള്ള ഒരു ഐറ്റമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളല്ലാതെ വേറെ ഒരു സാധനങ്ങളും ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല. നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളല്ല. ഇത് ഉണ്ടാക്കാനായിട്ട് ഓടിപ്പോയി ഞാൻ ഷോപ്പിൽ പോയി വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് എന്നുള്ളത് നോക്കാം. പുഴുക്കലരി, വൻപയർ, ചെറുപയർ, ഇത്തിരി ഉലുവ, പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഒരു ശക്കല നെയ്യ്, ഉപ്പ്. ഇത്രയുണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു വിഭവം തയ്യാറാക്കാൻ പറ്റും. ഇതിന് പ്രത്യേകിച്ച് കറികളോ ഒന്നും നമുക്ക് വേറെ തയ്യാറാക്കേണ്ട, ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത് ചിലരൊക്കെ കർക്കിടക മാസത്തിൽ മാത്രമേ കഴിക്കത്തുള്ളൂ. കർക്കിടക മാസത്തിൽ ഇങ്ങനെയൊക്കെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ, കർക്കിടക മാസത്തിന് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കർക്കിടക മാസം പഞ്ഞമാസമാണെന്നാണ് പറയുന്നത്. കാരണം മഴയൊക്കെ ആയത് കാരണം പണ്ടത്തെ കാലത്ത് ആർക്കും ജോലിക്കൊന്നും പോകാൻ പറ്റാതെ പൈസയൊക്കെ കയ്യിൽ കുറവായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ വീട്ടിൽ ഈ വാങ്ങിച്ച് വെച്ചേക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, കടലയും പരിപ്പും അരി എല്ലാം കൂടി ഇട്ട് ഒരു കൂട്ട് കഞ്ഞി പോലെയൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ചോറ് പോലെ ഉണ്ടാക്കിയൊക്കെയാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നടുധാന്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പുഴുകി. അതുകൊണ്ടാണ് പണ്ടത്തെ കാലത്ത് മാത്രം കർക്കിടകത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ എല്ലാവരും ഉപയോഗിച്ചിരുന്നു. ഇപ്പം കർക്കിടകമൊന്നുമില്ല, ചിങ്ങമൊന്നുമില്ല, ഏത് മാസമൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. കാരണം വളരെ പ്രോട്ടീനും റിച്ചുമാണ്, അതുപോലെ ഡയബറ്റിക്കിനൊക്കെ വളരെ ഉത്തമവുമാണ്. കാരണം ഇതിനകത്ത് നമ്മൾ കാർബോ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഷുഗറുകാർക്കൊക്കെ വളരെ നല്ലതാണെന്ന് പറയാനുള്ള കാരണം. അപ്പം സാധനങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ച്, തക്കാളി, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, നമ്മുടെ വെളുത്തുള്ളി, ഇത്രയും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അരിയുടെയൊക്കെ കാര്യം. അരി 2 ടേബിൾ സ്പൂൺ അത്രയും ഇടാവും. ചെറുപയർ 3-4 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. വൻപയർ 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ ഉപയോഗിക്കാം. ഉലുവ 2 ടീസ്പൂൺ. ഇതാണ് ഞാൻ എടുക്കുന്ന കണക്ക്. ഇത്രയും കൂടെ കുറച്ച് നേരത്തെ വെള്ളത്തിനകത്തിട്ട് കഴിഞ്ഞാൽ വേകുന്നത് പെട്ടെന്നാകും. അതുകൊണ്ട് ഞാൻ കഴുകി വൃത്തിയാക്കി അതിനെ ഒരു അരമണിക്കൂറായിട്ട് വെള്ളത്തിലിട്ടേക്കുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് വീഡിയോ അവസാനം വരെ കാണണം. ഇതിനകത്ത് വേറെ ഒരു പൊടിക്കൈയോടൊക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അവസാനം വരെ കണ്ടാൽ അത് മനസ്സിലാക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കിനി ഇതിൻ്റെ കുക്കിംഗ് പരിപാടി തുടങ്ങാം. നമ്മളൊരു കുക്കർ അടുപ്പേ വെച്ചു, ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. അതിലേക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ഏതാ നിങ്ങളുടെ സൗകര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അതാണ്. ഒരു ടീസ്പൂൺ അത്രയും മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ വേറെ കുറച്ച് ഇവിടെ ചേർക്കുമെന്ന്, ഒരിത്തിരി കണ്ടില്ലേ, ഒരു 10-15 ജീരകം, നല്ല ജീരകം അവിയലിനകത്ത്. അതേപോലെ തന്നെ ഒരു 10 കുരുമുളക്. അതേപോലെ തന്നെ നമ്മൾ ഉലുവ ഇടുന്നുണ്ട് എങ്കിലും അതൊന്ന് പൊട്ടിക്കാനായിട്ട് ഒരു ശകലം, ഒരു 5-6 ഉലുവ ഇത്രയും ഇട്ട് അതൊന്ന് മൂക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് മൂക്കുമല്ലോ, പെട്ടെന്ന് മൂക്കും. അത് പൊട്ടുന്നുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇത്രയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്നും ഒരുപാട് വഴറ്റാനൊന്നും നിൽക്കണ്ട, വളരെ ഒന്ന് ചൂടായി ഒന്ന് വാടി കിട്ടിയാൽ മതി. അത് അങ്ങോട്ട് ഇട്ട് കറിവേപ്പില, തക്കാളി. പണി കഴിയുന്നത് എന്ത് പെട്ടെന്ന് നമ്മുടെ പണി കഴിയുന്നത്. ഇതിനകത്ത് വേറെ കൂട്ടാനും ഒന്നും നമുക്ക് വേണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് വാടിക്കോട്ടെ. ഇത്രയും വാടിയാൽ മതി. കണ്ടല്ലോ, കണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് വാടി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഇത്തിരി മഞ്ഞൾപ്പൊടി. എരി വേണമെങ്കിൽ ഒരു ശകല മുളക് പൊടി. എനിക്ക് ഇത്തിരി സ്പൈസി വേണം, അതുകൊണ്ടാണ് ഞാനിത് 2 മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ചേർക്കുന്നതും 2 കുരുമുളകൊക്കെ ഇതിനകത്ത് പൊട്ടിക്കുന്നതും പച്ചമുളക് ഇടുന്നതും. പിന്നെ ജീരകം നമ്മളിട്ടു, എന്നാലും ഒരു 1/4 ടീസ്പൂണിൽ താഴെ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഈ കുതിർത്ത് വെച്ചേക്കുന്ന
വൻപയർ, ചെറുപയർ, മോട്ടാർ റൈസ്, ഉലുവ ഇത്രയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം 2 പേർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ളതാണ്. ആവശ്യത്തിന് കഞ്ഞിയാണെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കുക, ചോറാണെങ്കിൽ വറ്റിച്ചെടുക്കുന്നത്. ഞാൻ കഞ്ഞിയായിട്ടാണ് എടുക്കുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കും. എന്നിട്ട് നമ്മളിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടും. ഇത്രയേ ഉള്ളൂ. പണി നമ്മുടെ കഴിഞ്ഞു. ഇനി കുക്കർ അടച്ച് വെക്കുക. ഒരു 4 വിസിലാകുമ്പോഴത്തേക്ക് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്തിരിക്കും. കാരണം ഇത് അരമണിക്കൂർ കുതിർന്നതല്ലേ. അപ്പം നമ്മൾ കുക്കർ ക്ലോസ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് 4 വിസിൽ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കും. അപ്പം 4 വിസിലടിച്ചിട്ട് ഞാൻ കുക്കർ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ആ പ്രഷറിൽ തന്നെ ഇരിക്കുമായിരുന്നു. വേണ്ട, എല്ലാം തീർന്നു. പ്രഷറെല്ലാം തീർന്നു. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, നല്ല എന്തൊരു മണമെന്നറിയാം. നമ്മൾ ജീരകവും കുരുമുളകും ഉലുവയൊക്കെ അല്ലേ ഇട്ടേക്കുന്നത്. അതിൻ്റെ കൂടെ ഇച്ചിരി ഉലുവ പൊട്ടിച്ചിട്ടുമുണ്ട്. നല്ല പോലെ ഞാനിതിപ്പോൾ ഇച്ചിരി കഞ്ഞി പോലാണ് എടുത്തേക്കുന്നത്. ഇത് വെള്ളം കുറച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറായിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ഒരു 4 വിസിലടിപ്പിച്ചിട്ട് കഞ്ഞിയാണ് വീഴുന്നെങ്കിൽ വെള്ളം കൂടുതൽ ഒഴിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് വെച്ചിട്ട് 4 വിസിൽ കൊടുത്താൽ നല്ല സുന്ദരമായിട്ട് വെന്തിരിക്കും. അപ്പോൾ ഇതിന് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് വിളമ്പുന്ന പാത്രത്തിലോട്ട് മാറ്റാം. വിളമ്പുന്ന പാത്രത്തിനകത്തോട്ട് മാറ്റിയിട്ട് ആ കഞ്ഞിയുടെ കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് നോക്കിക്കോളും. അതിൻ്റെ കളറും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണം. ഉറപ്പായിട്ടും നല്ല ടേസ്റ്റാണ്. അതേപോലെ നല്ല പ്രോട്ടീൻ റിച്ചുമാണ്, ഔഷധ ഗുണമുള്ളതാണ്. അപ്പം മാസമൊന്നും നോക്കണ്ട, കർക്കിടക മാസമാണോ ചിങ്ങമാസമാണോ ഒന്നും നോക്കണ്ട. എപ്പോൾ വേണമെങ്കിലും ഇത് ഉണ്ടാക്കി കഴിക്കണം. പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. 10 മിനിറ്റ്. നെയ്യ് വേണമെന്നൊന്നും നിർബന്ധമില്ല, വെളിച്ചെണ്ണ ആയാലും മതി. ഇതിപ്പോൾ 2 പേർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള കഞ്ഞിയാണ്. ഞാൻ ഈ 2 ടേബിൾ സ്പൂൺ മോട്ടാർ റൈസും 3.5 ടേബിൾ സ്പൂണ് ചെറുപരിപ്പ് വേണമെങ്കിൽ നമുക്ക് കൂടുതലിടാം. വൻപയർ ഞാൻ 2 ടേബിൾ സ്പൂൺ കഷ്ടിയെ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഉലുവ 2 ടീസ്പൂൺ ഇത്രയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ആ മസാലക്കൂട്ടുണ്ടല്ലോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, അതെല്ലാം ജീരകവും ഉലുവയും കുരുമുളകും ഒക്കെ കൂടെ കിടന്ന് പൊട്ടുമ്പോഴുള്ള ആ മണം, കൊച്ചുള്ളിയൊക്കെ നെയ്ക്കകത്ത് വറക്കുമ്പോഴുള്ള ആ മണം ഉണ്ടല്ലോ, ആ ഫ്ലേവർ മതി നമുക്ക് കഞ്ഞി കുടിക്കാൻ. അപ്പം എല്ലാവരും ഈ ഔഷധ ഗുണമുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കഞ്ഞി അല്ലെങ്കിൽ ചോറ് വെച്ച് കഴിക്കണം. പ്രത്യേകിച്ച് ഒരു കൂട്ടാനും വേണ്ട. കൂട്ടാൻ കൂടിയേ തീരുമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി മോരുകറിയോ ഒരു ഇച്ചിരി ചമ്മന്തിയോ ഒരു ഇച്ചിരി അച്ചാറോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി വേണമെങ്കിൽ. ഞാനിതിന് ഒന്നും കഴിക്കാറില്ല. കാരണം ഇതിന് ആവശ്യത്തിന് സ്പൈസി ഉണ്ട്. നമ്മൾ ഒരിത്തിരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ കുരുമുളക് ഒന്ന് കഴിക്കും. പച്ചമുളകുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിൻ്റെയൊക്കെ സ്പൈസിയാണ്. അപ്പോൾ എല്ലാവരും ഈ കഞ്ഞി അല്ലെങ്കിൽ ചോറ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞല്ലോ, മാസമൊന്നും നോക്കണ്ട. അടിപൊളി ടേസ്റ്റാണ്, അടിപൊളി ഗുണമാണ്. വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഡയബറ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെ വെച്ച് കൊടുക്കാൻ ശ്രമിക്കണം. അവർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ്. അപ്പം അടുത്ത ഒരു നല്ല ഹെൽത്തി വിഭവമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവർക്കും നമസ്കാരം.